അസ്സലാമു അലൈക്കും. ഏവർക്കും സ്വാഗതം. അൽ മുഖ്തദിർ, സർവശക്തൻ്റെ നാമം, അർത്ഥവും ശക്തൻ എന്ന് തന്നെ. അത്രയും ശക്തമായ നാമം കൊണ്ട് ആരംഭിച്ച ഒരു സ്ഥാപനം, അത് വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനപ്രിയമായി മാറുന്നു. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇന്ത്യയുടെ സ്വർണ്ണ ഹബ്ബായ സബേരി ബസാറിലും ആ നാമം ചേർക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം പ്രവാസികളെല്ലാം കാത്തിരുന്ന കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സ്വർണ്ണ നഗരിയായ ദുബായിലേക്ക് അൽ മുഖ്തദിർ എന്ന ആ ശക്തമായ നാമം വീണ്ടും വിളക്കപ്പെടുകയാണ് സ്വർണ്ണലിപികളിൽ. പണിക്കൂലി എന്ന ഒരു ഹിഡൻ ചാർജ് കൊണ്ട് സ്വർണമെന്ന മഞ്ഞലോഹത്തെ സാധാരണക്കാരിൽ നിന്നും വിദൂരമാക്കുന്ന ഒരു ബിസിനസ് കാലയളവിൽ സബ്സിഡി കൊടുത്ത് സാധാരണക്കാരന് സർക്കാർ നൽകുന്ന പ്രഖ്യാപനം പോലെ ഒരാശ്വാസമാണ് പണിക്കൂലി പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കല്യാണ പാർട്ടിക്കോ ഒരു വിവാഹ ടീമിനോ സാധാരണക്കാർക്കോ സ്വർണം വാങ്ങുവാനായി നൽകുന്ന ഈ ഒരു പ്രത്യേക ഓഫറും ഈ ഒരു സംവിധാനവും അതുതന്നെയാണ് ഈ സ്ഥാപനത്തെ ജനകീയമാക്കിയതും. കൂടാതെ നിരവധി പദ്ധതികളാണ് ഈ ഒരു സ്ഥാപനം ജനകീയമായി മുന്നേറുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വളർച്ചയെക്കുറിച്ച് അറിയുവാനായി എന്നോടൊപ്പം ചേരുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും ചെയർമാനും സിഇഒയുമായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം. സർ, പ്ലീസ് വെൽക്കം. അസ്സലാമു അലൈക്കും. സലാം. അൽ മുഖ്തദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ ആയി. കേരളത്തിൽ ഇന്ന് പരക്കെ ഒരു കുഞ്ഞിന് പോലും, ചെറിയ കുഞ്ഞു മുതൽ വലിയ പ്രായമുള്ള ആൾ വരെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി അൽ മുഖ്തദിർ മാറി. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഞങ്ങൾ വിവാഹ പാർട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ലാഭം തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ നട്ടെല്ല്. കേരളത്തിൽ 80% വിവാഹ പാർട്ടികൾ കഴിഞ്ഞ വർഷം അൽ മുഖ്തദിറിനെ ഒരു ബ്രാൻഡായിട്ട് കണ്ടെത്തുകയും ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആ ഒരു വിജയത്തിൻ്റെ ഒരു അലയൊലിയാണ് ഇന്ന് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ലോകത്തിൻ്റെ തന്നെ സ്വർണ്ണ ഹബ്ബായ ദുബായിൽ ദ പ്രസ്റ്റീജിയസ് റോഡായ അൽ കിസൈസ് 2-ൽ മുഖ്തദിർ എന്ന് പറഞ്ഞ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറി ആൻഡ് അൽ ഗഫാർ പ്രീഷ്യസ് മെറ്റൽ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഇത് രണ്ടും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. ഇന്ന് 150 പരം രാജ്യത്തിലുള്ള ആളുകൾ അവരുടെ ഉപജീവനം കണ്ടെത്താൻ വേണ്ടി UAE വന്ന് ജീവിക്കുകയാണ്. ഇവർക്കെല്ലാം ഒരു നല്ലൊരു ലാഭത്തോടു കൂടി സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം തുടക്കം മുതൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. UAE പ്രത്യേകിച്ച് ദുബായിലുള്ള നിവാസികളായിട്ടുള്ള എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതിന് കൃതജ്ഞത ഉള്ളവരാണ്. വരുന്ന ദിവസങ്ങളിലും ഞങ്ങൾ ഇവർക്ക് വേണ്ട ഏറ്റവും പുതിയ നൂതനമായ കളക്ഷനുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളൊരു വികസനത്തിൻ്റെ പാതയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ അടുത്ത സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട്. കൂടാതെ ഏഷ്യയിൽ വരുന്നുണ്ട്, യൂറോപ്പിൽ വരുന്നുണ്ട്, അമേരിക്കയിൽ വരുന്നുണ്ട്. അങ്ങനെ മിഡിൽ ഈസ്റ്റ് എല്ലാ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ നേട്ടത്തിന് കാരണമായത് മലയാളികളുടെ അകമഴിഞ്ഞ സഹകരണമാണ്. അതിനെന്നും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്കറിയാം, ലോകം അറിയപ്പെടുന്നൊരു സ്ഥാപനമായ അൽ മുഖ്തദിർ മാറി. അതിന് പ്രധാന കാരണം ഞങ്ങളുടെ പ്ലാനുകളാണ്. സീറോ മേക്കിംഗ് 100% സന്തോഷം എന്ന പദ്ധതി ആദ്യമായി സ്വർണ്ണ വിപണന രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. അഡ്വാൻസ് ഓർഡറിലൂടെയും ഞങ്ങളോട് കസ്റ്റമേഴ്സ് ഇടപഴകുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം, റെഡി വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം, അതായത് ലാഭം കസ്റ്റമേഴ്സിന് എന്നുള്ള പദ്ധതിയിലൂടെ ഞങ്ങൾ ഇത് ആവിഷ്കരിച്ചു. ഇത് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസത്തിന് കാരണം. ഇത് നിങ്ങൾക്കറിയാം, സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ലോകത്ത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. വിവാഹ പാർട്ടികളുടെ എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ടുള്ള ഈ വിലക്കയറ്റത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയ ഒരു പദ്ധതിയായിരുന്നു ഞങ്ങളുടേത്. അത് തുടർന്നും ഞങ്ങളുടെ ഈ പദ്ധതികൾ മുന്നിലോട്ടുണ്ടാവും. ഞങ്ങൾ ഈ വിവാഹ സീസണിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ മറിയം, ലോകോത്തര നിലവാരമുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതിന് വലിയ ജനസ്വീകാര്യത ലഭിച്ചു. കൂടാതെ ഞങ്ങൾ പുരുഷന്മാർക്കായിട്ടൊരു ഒരു റെഡിയായിട്ട് കൺവേർട്ട് ചെയ്ത്, ക്യാഷിന് കൺവേർട്ട് ചെയ്ത് ഗോൾഡാക്കുന്ന അൽ ഫത്ത് എന്ന് പറഞ്ഞ ഗോൾഡ് കോയിൻ പ്രൊഡക്റ്റ് ഞങ്ങൾ ജനങ്ങൾക്കായി സമർപ്പിച്ചു. അതിന് കോർപ്പറേറ്റ് ലെവൽ മുതൽ എല്ലാ ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. കൂടാതെ ഞങ്ങൾ
ഞങ്ങളുടെ UAE പ്രവേശനത്തോടുകൂടി ഞങ്ങൾ 2 പുതിയ പദ്ധതികളോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്ന് അൽ മുക്തദ പ്രിൻസസ്സാണ്. അതായത് ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ഞങ്ങളുമായിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾ പ്രിൻസസ്സായി മുക്തദറിൻ്റെ പ്രിൻസസ്സായി പ്രഖ്യാപിക്കുകയും അതിന് ഒട്ടനവധി ആനുകൂല്യങ്ങളും അതിൻ്റെ എല്ലാ വിജയത്തിനും ഞങ്ങളോടൊപ്പം ആഘോഷിക്കാനുള്ളൊരു അവസരം കൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഒരുക്കുകയാണ്. കൂടാതെ ഞങ്ങൾ സ്ത്രീകൾക്കായിട്ടുള്ള പുതിയ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് വരുന്ന വിമൻസ് ഡേ ഞങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങനെ പല നൂതനമായ പദ്ധതികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യാപാര രംഗത്ത് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുകയും അവർക്ക് ഒരു നല്ലൊരു സ്വർണ്ണം വാങ്ങുന്ന ഒരു സ്വർണം വാങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും ലാഭത്തിനും ഏറ്റവും നല്ല സെലക്ഷൻ നൽകിക്കൊണ്ട് ഞങ്ങൾ ജൈത്രയാത്ര തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ കടകളുടെ ഉദ്ഘാടനങ്ങൾ കാണും. ഈ വർഷവും ഞങ്ങൾ 20 മുതൽ 25 ഷോറൂമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളതെല്ലാം അച്ചീവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം, ഈ ഒരു നാമം ഇപ്പോൾ കേൾക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരന് സ്വർണത്തോട് അടുപ്പിക്കുന്ന ഒരു പാലമായിട്ട് താങ്കൾ മാറുകയാണ്, അല്ലെങ്കിൽ താങ്കളുടെ സ്ഥാപനം അങ്ങനെ മാറുകയാണ്. കാരണം സാധാരണക്കാരൻ ഒരു കല്യാണം വരുമ്പോൾ ഏറ്റവും വലിയൊരു കുട്ടിയുടെ പിതാവിനുണ്ടാകുന്ന വിഷമം, ഒരു ആധി എന്ന് പറഞ്ഞാൽ എങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകളെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് താങ്കളും താങ്കളുടെ സ്ഥാപനവും മാറുന്നു. തീർച്ചയായിട്ടും. അതായത് ഇന്ന് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു കസ്റ്റമർ കെയർ മാനേജർ മുതൽ ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ചെയർമാൻ വരെ ഞാനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജനങ്ങളുമായിട്ട് അവരുടെ പൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവനാണ്. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്ന് കേരളമല്ല എല്ലായിടും വിളിച്ചു ചോദിക്കുന്ന മുക്താർ ഇവിടെ എപ്പോൾ തുടങ്ങുന്നതാണ്, നിങ്ങൾ എന്ന് ഇവിടെ വരുമെന്നാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാണ് ഓരോ ആൾക്കാർ എന്നെ അടുത്ത് ആവശ്യപ്പെടുന്നത്. കാര്യം ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ അവർ വീക്ഷിക്കുകയാണ്. അവർക്ക് ആവശ്യമായത്, അവർക്ക് അനുകൂലമായത്, അവർക്ക് സന്തോഷത്തിന് കാരണമായി മാറിയപ്പോൾ അവരെല്ലാം എന്നെ ഒരു സ്വർണം വാങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു ജ്വല്ലറിയായി ഞങ്ങൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആരെങ്കിലും ഒരു ഗോൾഡ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞങ്ങൾ UAE തുടങ്ങുമ്പോൾ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ജനത്തിരക്കാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഷട്ടറിട്ട കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് അതീതമാണ്. 3 മണി 4 മണി വരെ ഞങ്ങൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഞങ്ങളുടെ ഷോറൂമുകളുടെ അവസ്ഥ. കേരളം മുഴുക്കുകയും അതുപോലെ ഇന്ത്യ മുഴുക്കുകയും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജനങ്ങളുടെ പ്രവാഹമാണ്. കാര്യം അവർക്ക് ലാഭം കയറി വരുമ്പോൾ കാണുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ആളുകൾ, ലോകത്തെ പല രാജ്യങ്ങളിലെ ആളുകൾ, അവരൊക്കെ വന്നിട്ട് ഇവിടെ ഷോപ്പ് ചെയ്യുന്നു, അൽമുക്തദറിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, അൽമുക്തദറായിട്ട് കൂടുതൽ അടുക്കുന്നു. അപ്പോൾ താങ്കൾ നാട്ടിൽ 20-30ഓളം സ്ഥാപനങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ സ്ഥാപനമാണ് ദുബായിലുള്ളത്. അപ്പം ആ ദുബായിലുള്ള ഒരു ബിസിനസ് കൾച്ചറും നാട്ടിൽ തമ്മിലുള്ള ഒരു വ്യത്യാസം താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? പ്രധാനമായിട്ട് ഇത് ഒരു ബിസിനസ്മാൻ്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ദുബായ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്ന ഒരു 99% ആളുകളും പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്ന് വിജയിച്ച് ബിസിനസ് ചെയ്ത് നിൽക്കുന്നവരാണ് കൂടുതലും, എല്ലാ രംഗത്തും. അപ്പോൾ അവർക്ക് ജ്വല്ലറി അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അവർക്കൊരു നല്ല ലാഭത്തോടു കൂടി ഒരു ജ്വല്ലറി വരുന്നു, അതവർ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോവുകയാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യ ഞങ്ങൾ പോകാൻ പ്ലാൻ, മക്ക, മദീന. ഇതുപോലെ ദുബായെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മറ്റൊരു 150 രാജ്യത്തിലുള്ള ആളുകളോളം ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞങ്ങൾക്ക് അവിടെ പോയി കൊടുക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് അവരുമായിട്ട് കൊടുക്കൽ വാങ്ങാൻ, അവരുമായിട്ടൊരു പരിചയപ്പെടൽ ഞങ്ങൾക്ക് സാധ്യമായി. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമായത്. മുക്തദർ ഗ്രൂപ്പിനെ ഇന്ന് ലോകത്തിൽ എളുപ്പം എത്തിക്കാൻ പറ്റും. ഞങ്ങളുടെ വരവ് എല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ്. ആ നിലയിലേക്കാണ് ഞങ്ങൾ വന്ന് എത്തിക്കഴിഞ്ഞത്. ഒരു വെൽക്കമിംഗ് ആയിട്ട് ആളുകൾ കാത്തിരിക്കുക. വെൽക്കമിംഗ് ആണ്. ആളുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജ്വല്ലറിയിൽ വന്ന് എല്ലാ ഐറ്റം, ഇവൻ അറബ്സ് വരെ ഞങ്ങളുടെ അടുത്ത് വന്ന് സാധനം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പല അറബികളും എന്നെ വിളിച്ച് ചോദിച്ച് കട കണ്ടെത്തി വഴി കണ്ടുപിടിച്ച് അവർ വന്നിരിക്കുക. സ്ത്രീകളും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഈ ഒരു മുന്നേറ്റം, ഈ ഒരു കാൽവയ്പ് ഒരു പക്ഷേ ലോകത്തിലേക്കുള്ളൊരു യാത്രയ്ക്കുള്ള ആദ്യ പടിയായിരിക്കാം. ഇന്ത്യ കടന്ന് കടൽ കടന്നുള്ള ലോകയാത്രയായിട്ട് അൽമുക്തദറിൻ്റെ ലോകയാത്രകളുടെ ഒരു ആരംഭമായിരിക്കാം ദുബായിലുള്ള ഈ ഒരു ആരംഭം. നിങ്ങളുടെ വാക്ക് പോലെ തന്നെയാണ് ഞങ്ങളും ആ പ്രതീക്ഷയിലാണുള്ളത്. ഇതെല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും എത്തിക്കണം എന്നുള്ള ഒരു വലിയ പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലാഹുവിൻ്റെ 99 നാമങ്ങളോടുകൂടി ലോകരാഷ്ട്രങ്ങളെല്ലായിടത്തും ഞങ്ങൾ ഈ വ്യാപാരം എത്തിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ഒരു പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാം ഉള്ളത്. ഞങ്ങളിപ്പോൾ 1000-ൽ പരം ടീമാണുള്ളത്. ഞങ്ങളത് വർദ്ധിക്കും ഇൻഷാ അല്ലാഹ്. വരും വർഷങ്ങളോടുകൂടി ഞങ്ങൾ 10,000-15,000-ഓളം തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കും എല്ലാ രാജ്യത്തിലും കൂടെ.
എന്നുള്ളൊരു പദ്ധതിയോടുകൂടി ഞങ്ങൾ മുക്തദർ ഗ്രൂപ്പ് ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ്, എല്ലായിടത്തും ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ്. കേരളത്തിൽ തന്നെ മലബാർ ഭാഗങ്ങളിലെ ആളുകൾ കാത്തിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും മലപ്പുറത്ത് ഞങ്ങളുടെ പുതിയ സംരംഭങ്ങൾ വരികയാണ്. മലബാർ സൈഡുകളിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എല്ലായിടത്തും ഞങ്ങൾ വരികയാണ്. അതുപോലെ തമിഴ്നാട്ടിൽ ഞങ്ങൾ വരുന്നുണ്ട്, എല്ലായിടത്തും ഞങ്ങൾ വരികയാണ്. അപ്പം ഞങ്ങൾ സ്ലോലി ഞങ്ങൾ സ്റ്റഡി ആയിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെതായ താമസമുണ്ട്. പക്ഷേ എല്ലാ ജനങ്ങളും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ തൃശ്ശൂരുള്ളവരോ മലപ്പുറത്തുള്ളവരോ ഒന്ന് ഞങ്ങളത് വാങ്ങുന്നുണ്ട്, കോഴിക്കോടുള്ളത് വന്ന് വാങ്ങുന്നുണ്ട്, പാലക്കാടുള്ളവർ വന്ന് വാങ്ങുന്നുണ്ട്, കാസർഗോഡുള്ളവർ വന്ന് വാങ്ങുന്നുണ്ട്. ദുബായിൽ ഇപ്പോൾ കാണാവുന്ന കാഴ്ച ഷാർജയിൽ നിന്നും അജ്മാനിൽ നിന്നും ഉമൽഖുവിൻ അടക്കമുള്ള എമിറേറ്റുകളിൽ നിന്ന് ആൾക്കാരോട് വന്ന് റാസൽ ഖൈമയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഒരു ഔട്ട്ലെറ്റിൽ കാണുന്നു. അതെ, തീർച്ചയായിട്ടും. അത് ജനങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി നേരത്തെ അറിയാം, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലിനെ പറ്റി അറിയാം. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ്. ആ ഒരു വിശ്വാസമാണ് എത്ര ദൂരത്തുനിന്ന് അവർ പൈസ ചിലവാക്കി വരാനായിട്ട് അവർക്ക് ധൈര്യം തോന്നുന്നു. മറ്റുള്ള കടകൾ പോലെ അല്ല ഞങ്ങൾ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഞങ്ങളെ വാക്ക് പാലിക്കുന്നവരാണ് അൽ മുക്തദർ ഗ്രൂപ്പ്. അതുപോലെ ലോണ് പലിശരഹിതം ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പലിശരഹിതമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അഡ്വാൻസ് ഓർഡറിലൂടെയാണ് ഞങ്ങൾ വന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോണുകളില്ല. നോ ലോൺ. വെരി ഗുഡ്. അപ്പോൾ ഇതൊരു കാഴ്ചപ്പാടാണ്, ഇതൊരു മൂല്യമാണ്. മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ, കച്ചവടത്തിലൂടെ, കൊടുക്കൽ വാങ്ങൽ എന്ന പ്രക്രിയയിലൂടെ ഒരു വികസിപ്പിക്കാനുള്ള ഒരു മോഡൽ അൽ മുക്തദിർ കാണിച്ചു തരികയാണ്. ഇത് പലർക്കും ഒരു മാതൃകയാണ്. ഇത് സ്വർണ്ണ വ്യാപാരത്തിൽ മാത്രമല്ല, വ്യാപാരികളായ കച്ചവടക്കാരായ ആളുകൾ, കച്ചവടം എന്ന് പറഞ്ഞാൽ അതൊരു ആശയവിനിമയമാണ് ജനങ്ങളുമായി. ആ ആശയവിനിമയത്തിനുള്ള ഒരു മോഡലാണ് അൽ മുക്തദിർ ഇവിടെ തീർക്കുന്നത്. വെറും കച്ചവടം മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഈ സ്ഥാപനം നിലനിൽക്കുന്നുണ്ട്. അതുകൂടി ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ഥാപകനായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനകത്ത് CSR ആക്ടിവിറ്റികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കാണാറുണ്ട്. അതെ, അൽ മുക്തദർ എഡ്യൂക്കേഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ ഞങ്ങൾ ആരംഭിച്ചു. അത് കേരളത്തിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുക, അതുപോലെ തന്നെ ഖുർആൻ ശരീഫ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള അത് സൗജന്യമായിട്ട് ഞങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലുടനീളം ഞങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കും. ഞങ്ങൾ ചാരിറ്റി ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളൊരു പദ്ധതിയാണ് ഞങ്ങൾ കാണുന്നത്. തൊഴിലാളികൾക്ക് അവർക്ക് ക്ഷേമനിധി പോലെ അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഞങ്ങളുടെ തന്നെ അസോസിയേഷൻ GDJMMA എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കേരളത്തിലെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ. അതിൽ നിന്ന് ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് വരികയാണ്. ഇൻ്റർനാഷണൽ ആവുകയാണ് GDJMMA. സോ ഇതുപോലെ ചാരിറ്റി ഞങ്ങളത് എല്ലാം ഇൻ്റർനാഷണൽ ആവുകയാണ്. അതുപോലെ ഞാൻ സിവിറ്റിൻ്റെ ഇന്ത്യയുടെ ഗവർണറാണ്. ഈ പരിശ്രമങ്ങൾക്കും ഈ ഒരു നിയത്തുകൾക്കൊക്കെ തന്നെ അമേരിക്കയും UK-യും ശ്രീലങ്കയും നേപ്പാളും വിയറ്റ്നാമും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇദ്ദേഹത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാം വെറും ഒരു ആരംഭമാണ്, വലിയൊരു യാത്രയുടെ ആരംഭമാണ്. യാത്ര പാതി പോലും എത്തിയിട്ടില്ല, ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചാരപഥത്തിൽ താങ്കളുടെ ചിന്തകൾക്കും വീക്ഷണങ്ങൾക്കും ഈ ഒരു ലക്ഷ്യത്തോടുള്ള യാത്രയിലേക്ക് എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ് വിഷസ് ടു ദ ഗ്രൂപ്പ് അൽ മുക്തദിർ ടു കോൺകർ ദ വേൾഡ് വിത്ത് സപ്പോർട്ടിംഗ് ദ പീപ്പിൾ ഇൻ ഹ്യൂമാനിറ്റി. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.